കൊരട്ടി പെരുമ്പയിൽ ശബരിമല തീർത്ഥാടനം കഴിഞ്ഞു മടങ്ങുകയായിരുന്ന കർണാടക സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ടു മറിഞ്ഞു. പരിക്കേറ്റ യാത്രക്കാരെ കറുകുറ്റി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ചാലക്കുടി പരിയാരം സ്വദേശിനിയായ വീട്ടമ്മയെ പീഡിപ്പിച്ച് ഭീഷണിപ്പെടുത്തി പണവും സ്വർണവും തട്ടിയെടുത്ത കേസിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. വെള്ളാങ്കല്ലൂർ നടുവളപ്പിൽ പ്രജിത്തിനെയാണ് ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച നിരവധി കേസുകളിലെ പ്രതിയെ പിടികൂടി. ആളൂർ തച്ചമ്പള്ളി വീട്ടിൽ നിഖിൽ എന്ന ഇല നിഖിലിനെയാണ് പോലീസ് പിടികൂടിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ശബരിമല തീർത്ഥാടനം കഴിഞ്ഞു മടങ്ങുകയായിരുന്ന തീർത്ഥാടകരുടെ കാർ നിയന്ത്രണം വിട്ടു മറിഞ്ഞു. കൊരട്ടി പെരുമ്പയിൽ കർണാടക സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് നിയന്ത്രണം വിട്ടു മറിഞ്ഞത്. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു അപകടം. ഡ്രൈവർ അടക്കം 5 സ്വാമിമാരാണ് കാറിലുണ്ടായിരുന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റ യാത്രക്കാരെ കറുകുറ്റി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകട മേഖലയായ പെരുമ്പി വളവ് കഴിഞ്ഞു വന്ന കാർ സുരക്ഷാ കുറ്റികളിൽ ഇടിച്ച് പലതവണ തലകീഴായി മറയുകയായിരുന്നു. പലവട്ടം മറിഞ്ഞു നീങ്ങിയ കാർ റോഡരികിലെ മരത്തിൽ തട്ടി നിന്നതിനാൽ 20 അടി താഴ്ചയിലേക്ക് കാർ മറിയാതെ വൻ ദുരന്തം ഒഴിവായി. അപകടത്തെ തുടർന്ന് സ്വാമിമാരെ നാട്ടുകാരും കൊരട്ടി പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചാലക്കുടി പരിയാരം സ്വദേശിനിയായ വീട്ടമ്മയെ പീഡിപ്പിച്ച് ഭീഷണിപ്പെടുത്തി പണവും സ്വർണവും തട്ടിയെടുത്ത കേസിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. വെള്ളാങ്കല്ലൂർ നടുവളപ്പിൽ പ്രജിത്തിനെയാണ് ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 2018 ബസ് യാത്രയ്ക്കിടയിലാണ് വീട്ടമ്മ പ്രജിത്തുമായി പരിചയത്തിലാകുന്നത്. തുടർന്ന് പലവട്ടം പലയിടത്തുമായി പീഡിപ്പിച്ചതായും പറയുന്നു. ഇതിനിടയിൽ വീട്ടമ്മയിൽ നിന്നും പല ആവശ്യങ്ങൾ പറഞ്ഞ് 6.5 പവൻ സ്വർണ്ണാഭരണം പ്രതി കൈവശപ്പെടുത്തി. സ്വർണ്ണാഭരണങ്ങൾ തിരികെ ചോദിച്ചപ്പോൾ നഗ്ന ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തി. 13 ലക്ഷത്തോളം രൂപ പ്രതി കൈവശപ്പെടുത്തിയതായി പറയുന്നു. വീണ്ടും പണം ആവശ്യപ്പെട്ടതോടെയാണ് പോലീസിൽ പരാതി നൽകിയത്. തുടർന്നായിരുന്നു അറസ്റ്റ്. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച നിരവധി കേസുകളിലെ പ്രതിയായ ആളൂർ സ്വദേശി തച്ചമ്പള്ളി വീട്ടിൽ നിഖിൽ എന്ന ഇല നിഖിലിനെ പോലീസ് പിടികൂടി. മേലൂർ കുന്നപ്പള്ളി ദേവരാജഗിരി ക്ഷേത്ര പരിസരത്ത് നിന്ന് കൊരട്ടി SHO അമൃതരംഗനും സംഘവും ചേർന്നാണ് പിടികൂടിയത്. വധശ്രമം, ചന്ദനക്കടത്ത്, കഞ്ചാവ് കേസ്, വ്യാജ മദ്യവിൽപ്പന തുടങ്ങി 14ഓളം കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറയുന്നു. കാപ്പ ചുമത്തി പുറത്താക്കിയ ശേഷം പ്രതി കൊരട്ടി സ്റ്റേഷൻ പരിധിയിൽ വരുന്നുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ക്ഷേത്ര ഉത്സവ പറമ്പിൽ നിന്നും പ്രതിയെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. സബ് ഇൻസ്പെക്ടർമാരായ സജിൻ MJ, റെജിമോൻ, സ്പെഷ്യൽ ബ്രാഞ്ച് SI രഞ്ജിത്ത് VR, സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ സജീഷ് കുമാർ, ജിതിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മാള ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപന സമ്മേളനവും വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വേദികളിൽ നമ്മൾക്ക് കയറാൻ സാധിക്കാത്ത ആ സമയങ്ങൾ വിട്ടുപോയതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് വീണ്ടും ആ വേദികളിലേക്ക് കയറാനും നമ്മുടെ തലമുറകളെ വാർത്തെടുത്തുകൊണ്ട് വളർത്തിയെടുത്തുകൊണ്ട് അവരുടെ കലാപരമായ കഴിവുകളെ കോർത്തെടുക്കാനായിട്ടുള്ള ഒരു സമയം കൂടിയാണ് കേരളോത്സവം. ആ ഒരു പങ്കാളിത്തം വളരെ ഭംഗിയായിട്ട് നമുക്ക് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നടത്താനും അത് ബ്ലോക്ക് തലത്തിൽ പോയി മത്സരം നേടി 2ാം സ്ഥാനം നേടാനും അവിടെ നിന്ന് ജില്ലാ തലത്തിലേക്ക് മത്സരിക്കാനുള്ള ഒരു അവസരം നമ്മുടെ മാള പഞ്ചായത്തിൽ നിന്ന് നമുക്ക് അനുവദനീയമായി ലഭിച്ചിട്ടുണ്ട്. അത് എന്നും നിലനിർത്തിക്കൊണ്ട് നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഓരോ കലാപരമായ കഴിവുകളിലേക്ക് അവർ പങ്കെടുക്കാൻ സാധിച്ചത്. ഇന്ന് വിദ്യാഭ്യാസ രംഗത്തെ മൂല്യം വളർത്തിക്കൊണ്ടു പോരുമ്പോൾ സംസ്ഥാന സർക്കാർ വിദ്യാലയങ്ങളെല്ലാം മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റുമ്പോൾ അതിലെ മികവായിക്കൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒറ്റക്കെട്ടായി നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾക്ക് ഇങ്ങനെയുള്ള ഓരോ വേദികൾ പങ്കിടാനായിട്ട് സാധിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നബിസത്ത് ജലീൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സിനി ബെന്നി, സെക്രട്ടറി സോണി C ഹരിബാൽ എന്നിവർ സംസാരിച്ചു. കേരളോത്സവം സംഘാടക സമിതിയിലെ നിസ്വാർത്ഥ സേവനം നൽകിയ KM പോളിയെ ചടങ്ങിൽ ആദരിച്ചു. മാള ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ 2ാം സ്ഥാനം നേടിയ സർക്കാർ LP സ്കൂളിനും കലോത്സവ വിജയികളായ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. തുടർന്ന് കേരളോത്സവം കലാകായിക മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും
ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിലെ വിന്നേഴ്സ് ടീമിന് സ്നേഹമോൾ സാബു മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും സമ്മാനിച്ചു. വാർഡ് മെമ്പർ സാബു പോൾ എടാട്ടുകാരൻ സമ്മാനദാനം നിർവഹിച്ചു. ഫ്രണ്ട്സ് വലിയ പറമ്പ് ടീം ഓവറോൾ ട്രോഫി സ്വന്തമാക്കി. ടീം അഷ്ടമിച്ചിറ ഓവറോൾ 2ാം സ്ഥാനവും നേടി. ഭരണസമിതി അംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ക്ഷീരവികസന വകുപ്പ് തൃശൂർ ജില്ലാ ക്വാളിറ്റി കൺട്രോൾ വിഭാഗം മാള ബ്ലോക്ക് കീഴടൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാൽ ഗുണമേന്മ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കീഴടൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നടന്ന പരിപാടി അന്നമനട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ അന്നമനട് ഗ്രാമപഞ്ചായത്തിനകത്ത് നമ്മൾ കണക്കെടുക്കുമ്പോൾ ഏകദേശം 10,000 ലിറ്ററോളം പാല് നമ്മുടെ അന്നമനടക്കകത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിലൊരു പശുവുള്ള ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ ഫാമുകൾ 5 പശുവുള്ള ഫാമുകളുണ്ട്. വലിയ ഫാമുകൾ 1-2 ഫാമുകളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾ ഈ 5 പശുക്കളിൽ കുറവ് പശുക്കളെ വളർത്തി ജീവിതത്തിൻ്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നങ്ങളിലൂടെ പോകുന്ന ആളുകളാണ് ക്ഷീര കർഷകരാണ് നമ്മുടെ കൂടുതലുള്ളത്. സംഘം പ്രസിഡന്റ് PK ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്ഥിര സമിതി ചെയർമാൻ TK സതീശൻ മുഖ്യാതിഥിയായിരുന്നു. KA കണ്ണൻ, വാർഡ് മെമ്പർ CK ഷിജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് ശുദ്ധമായ പാൽ ഉൽപ്പന്നം എന്ന വിഷയത്തിൽ ക്ഷീരവികസന വകുപ്പ് തൃശൂർ ജില്ലാ ഗുണനിയന്ത്രണ ഓഫീസർ PM രാധിക, ക്ഷീരവികസന പദ്ധതികൾ എന്ന വിഷയത്തിൽ മാള ക്ഷീരവികസന യൂണിറ്റ് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ CG വർഗീസ് എന്നിവർ ക്ലാസ് നയിച്ചു. മറ്റു വാർത്തകളിലേക്ക്. മാള ഇശൽ സൺഡേ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിക്കുന്നു. കടവോത്സവം എന്ന പേരിൽ ഡിസംബർ 26 മുതൽ 31 വരെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ദിവസവും വൈകിട്ട് 4 മുതൽ 10 മണി വരെ ഫുഡ് ഫെസ്റ്റ്, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവ നടക്കും. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ MP മുഹമ്മദ് റാഫി, KA സൈഫുദ്ദീൻ, അഷറഫ്, CL പിന്റോ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും ഈ ആഘോഷവേളയിൽ മാളക്കടവിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ചെറു പരിശ്രമമാണ് ഈ കൂട്ടായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 26-ാം തീയതി മുതൽ 31-ാം തീയതി വരെയാണ് നമ്മൾ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമാണ് ഓരോ ദിവസവും ഉള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഫുഡ് ഫെസ്റ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞത് മാളയിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ പാടാനറിയുന്ന ഏജ് വ്യത്യാസമില്ലാതെ ഒരു റൂം വാടകയ്ക്ക് എടുത്തുകൊണ്ട് എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ സൺഡേകളിലും അവർ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വന്ന് ആളുകളുണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ടല്ല, ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ആ കൂട്ടായ്മയാണ് ഞങ്ങൾക്ക് ഒരു വലിയ പ്രോഗ്രാം മാളയിൽ സംഘടിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ശ്രീനാരായണപുരം കാര അഞ്ചങ്ങാടിയിൽ ടിപ്പർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് +2 വിദ്യാർത്ഥി മരിച്ചു. പെരിഞ്ഞനം RMVHSലെ വിദ്യാർത്ഥി കയ്പമംഗലം സ്വദേശി മണലിൽ വീട്ടിൽ അൻസറിന്റെ മകൻ അഫ്നാൻ റോഷനാണ് മരിച്ചത്. ഇന്നുച്ചയ്ക്ക് 1:30 വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ അഞ്ചങ്ങാടി ബസ് സ്റ്റോപ്പിന് മുൻപിൽ വെച്ചായിരുന്നു അപകടം. ടിപ്പർ ലോറിയുടെ പിറകിൽ സ്കൂട്ടർ ഇടിച്ചായിരുന്നു അപകടം. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അഫ്നാന്റെ കൂടെ സ്കൂട്ടറിലുണ്ടായിരുന്ന കൂളിമുട്ടം സ്വദേശി കൂട്ടുങ്ങൽ വീട്ടിൽ നെസ്മൽ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മതിലകം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ചില്ല 8ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. റിട്ടയർഡ് പ്രിൻസിപ്പൽ PS ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TP മനീഷ് അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ EG സജിമോൻ, ജില്ലാ ഭാരവാഹികളായ MA അനീഷ്, KS സുനിൽ, രഘു രാമത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വിവിധ കലാപരിപാടികളും നടന്നു. പുത്തഞ്ചിറ മങ്കടി ഭാഗത്തു നിന്നും ഇരുചക്രവാഹനം മോഷ്ടിച്ചയാൾ പോലീസ് പിടിയിലായി. മങ്കടി കുര്യാപ്പള്ളി അഗസ്റ്റിൻ ജോസഫാണ് മാള പോലീസിന്റെ പിടിയിലായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി.
മാള പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ CK സുരേഷ്, മുഹമ്മദ് ബാഷി, സുൽഫിക്കർ സമദ്, ജസ്റ്റിൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷറഫുദ്ദീൻ, ഹോംഗാർഡ് വിനോദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പാരമ്പര്യ കലാരൂപമായ ചവിട്ട് നാടകത്തെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗോതുരത്ത് ദ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തിവരുന്ന ചവിട്ട് നാടക മഹോത്സവം ചുവടി ഫെസ്റ്റ് 2024 ഡിസംബർ 26 മുതൽ 30 വരെ തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 26 വൈകിട്ട് 7 കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ചുവടി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. 30 സമാപന സമ്മേളനം ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്യും. ഫസ്റ്റ് ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് അജയ് ആൻഡ്രൂസ്, പ്രസിഡന്റ് നിവിൻ മിൽട്ടൺ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ലീഡർ K കരുണാകരന്റെ 14ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ K കരുണാകരൻ അനുസ്മരണ സമ്മേളനം നടത്തി. MLA TV ചന്ദ്രമോഹൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാളയിലെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ തന്നെ അദ്ദേഹം സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനമായ INTUCയുടെ പ്രസിഡന്റായി, തൃശ്ശൂർ DCC പ്രസിഡന്റായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചു. അതുകൊണ്ടൊരു പുതുമുഖത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന് മാളയിൽ അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ തൃശ്ശൂരിൽ നിന്ന് വളരെ അകലെ നിൽക്കുന്ന ഒരു ഗ്രാമപ്രദേശം പോലുള്ള ഈ പ്രദേശത്ത് വന്ന് ജനങ്ങളുടെ മുൻപിൽ നിന്ന്, അറിയപ്പെടാത്ത ആളുകളുടെ മുമ്പിൽ നിന്ന് വോട്ട് ചോദിക്കുകയും വാഗ്ദാനങ്ങൾ പാലിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഇവിടെ വന്ന് ഒരിക്കലും തോൽക്കാതെ, ഒരിക്കലും പരാജയപ്പെടാതെ അദ്ദേഹം എത്രയോ വർഷങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധിയായി, 4 തവണ മുഖ്യമന്ത്രിയായി. ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജെനീഷ്, UDF ചെയർമാൻ VM അബ്ദുൽ കരീം, ജോഷി കാഞ്ഞുത്തറ, സോയ് കോലഞ്ചേരി, ഹക്കീം ഇക്ബാൽ, INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോബി മങ്കടിയാൻ, ജോയ് മണ്ഡകത്ത്, KR പ്രേമ, ശോഭന ഗോകുൽനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഫെലിസ് നദാൽ 2024 എന്ന പേരിൽ മതിലകം സെന്റ് ജോസഫ് സീറോ മലബാർ ചർച്ച് കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി ക്രിസ്മസ് കരോൾ ഘോഷയാത്ര സംഘടിപ്പിച്ചു. 100-ൽ പരം മാലാഖമാർ, ക്രിസ്മസ് പാപ്പമാർ, യഹൂദ സ്ത്രീകൾ, ആട്ടിടയർ, രാജാക്കന്മാർ തുടങ്ങി ഇടവക ജനങ്ങൾ ഒന്നടങ്കം പങ്കെടുത്ത കരോൾ ഘോഷയാത്ര മതിലകം സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികേയൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇടവക വികാരി ഫാദർ അരുൺ തെക്കിനിയത്ത്, കരോൾ കൺവീനർ ജോണി വർഗീസ് കുറ്റിക്കാടൻ, ജോയിന്റ് കൺവീനേഴ്സ് ബിജു കല്ലറയ്ക്കൽ, ജെസി സുരേഷ്, കേന്ദ്ര സമിതി പ്രസിഡന്റ് തോംസൺ അരിമ്പു പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. പള്ളിയങ്കണത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര മതിലകം പള്ളിവളവ് സെന്റർ പഞ്ചായത്ത് പരിസരങ്ങളിൽ ക്രിസ്മസ് ഗാനങ്ങളും നൃത്തച്ചുവടുകളുമായി ജനങ്ങൾക്ക് ദൃശ്യവിരുന്നൊരുക്കി. തൃശൂർ നെട്ടിശ്ശേരി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നെട്ടിശ്ശേരി കുറ്റിമുക്ക് പാടത്ത് ക്രിസ്തുമസ് പുതുവത്സരാഘോഷം പാപ്പായും കൂട്ടുകാരും സംഘടിപ്പിച്ചു. മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ജൻസൺ ജോസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. പാപ്പ ശശി നെട്ടിശ്ശേരി കൂട്ടുകാർക്കൊപ്പം ആടിയും പാടിയും സമ്മാനങ്ങൾ നൽകിയും ആഘോഷങ്ങൾ വർണ്ണാഭമാക്കി. റിട്ടയർഡ് മേജർ KK ഉണ്ണികൃഷ്ണൻ, A അഭിലാഷ്, K ഗോപാലകൃഷ്ണൻ, T ശ്രീധരൻ, U വിജയൻ, ഫ്രാൻസിസ് പെല്ലിശ്ശേരി, ജോർജ് മഞ്ഞിയിൽ, NP രാമചന്ദ്രൻ, അനിൽ കുമാർ തെക്കൂട്ട്, C പഴനിമല, സണ്ണി രാജൻ, ചന്ദ്രൻ വെളുത്തെടുത്ത്, ഇന്ദിര സുബ്രഹ്മണ്യൻ, ഷീല, ചന്ദ്രൻ കോച്ചാട്ടിൽ, ചന്ദ്രഹാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നമസ്കാരം. ക്രിസ്മസ് വളരെ പരിപാടികളോട് ആധുനികമായ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷം. നമ്മുടെ ഈ നിൽക്കുന്ന സ്ഥലം ഇത്രയും മനോഹരമായ ഒരു സ്ഥലമായി മാറിയിട്ട് വളരെയധികം സന്തോഷമുണ്ട്. ഞാനിപ്പോൾ കുട്ടിക്കാലത്ത് ഈ വെള്ളത്തിൽ കൂടി നടന്നാണ് കാണിവടത്തേക്കൊക്കെ പോവുക. ഇന്ന് നല്ല റോഡും. പ്രധാന വാർത്തകൾ വീണ്ടും. കൊരട്ടിപ്പെരുമ്പയിൽ ശബരിമല തീർത്ഥാടനം കഴിഞ്ഞു മടങ്ങുകയായിരുന്ന കർണാടക സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ടു മറിഞ്ഞു. പരിക്കേറ്റ യാത്രക്കാരെ കറുകുറ്റി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല.
ചാലക്കുടി പരിയാരം സ്വദേശിനിയായ വീട്ടമ്മയെ പീഡിപ്പിച്ച് ഭീഷണിപ്പെടുത്തി പണവും സ്വർണവും തട്ടിയെടുത്ത കേസിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. വെള്ളാങ്കല്ലൂർ നടുവളപ്പിൽ പ്രജിത്തിനെയാണ് ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച നിരവധി കേസുകളിലെ പ്രതിയെ പിടികൂടി. ആളൂർ തച്ചമ്പള്ളി വീട്ടിൽ നിഖിൽ എന്ന ഇല നിഖിലിനെയാണ് പോലീസ് പിടികൂടിയത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.